ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ തൊണ്ടി മുതലായ ഒരു തൊരി സ്വർണം പോലും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് പോരാഞ്ഞിട്ടൊരു വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO നൽകിയിരിക്കുന്ന മൊഴി. ഈ സ്വർണം ഉപയോഗിച്ച് മറ്റ് ക്ഷേത്രങ്ങളിലെ കൊടിമരം സ്വർണം പൂശിയെന്ന്. അതായത് ഈ അന്വേഷണം ഏറെക്കുറെ അവസാനിച്ചു എന്നത് പറയാവുന്ന സാഹചര്യമല്ലേ ഉള്ളത്. അത് തന്നെ നമ്മള് ഈ മറ്റേ മാലപ്പടക്കം പൊട്ടിക്കുന്ന പോലാണ് ഇപ്പൊ ഈ അന്വേഷണത്തിന്റെ അവസ്ഥയും ഈ കൊള്ളയുടെ ഒരു രൂപം എന്ന് പറയുന്നത്. 1998 UB ഗ്രൂപ്പ്, അതായത് മദ്യ വ്യവസായിയായ വിജയ് മല്ലയ്യ 30.3 കിലോ സ്വർണമാണ് ശബരിമലയിലെ ശ്രീകോവിലിനും അതിനു ചുറ്റുമുള്ള ദ്വാരപാലക വിഗ്രഹങ്ങളിലും ഒക്കെ ചാർത്താൻ വേണ്ടി ഇത്രയും സ്വർണം കൊടുത്ത് ഏതാണ്ട് 15 കോടി രൂപയുടെ വില മതിക്കുന്ന സ്വർണമാണ് 30-32 വർഷം മുമ്പ് കൊടുത്തത്. ഈ സ്വർണം ആണ് കാലാകാലങ്ങളിലായിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം ഭാരവാഹികളും ചേർന്ന് മോഷ്ടിച്ചോണ്ടുപോയി എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയത്. എത്ര മിച്ചമുണ്ടെന്ന് ഇതുവരെ അതൊന്നും കണക്ക് അല്ല, ഈ സ്വർണത്തിലാണ് നഷ്ടം ഉണ്ടായി എന്നുള്ളതും നമ്മൾ കണ്ടത്. 2019 അതിന് മുമ്പും ഒക്കെ തന്നെ പല ഘട്ടങ്ങളിലായിട്ട് സ്വർണത്തിന് സ്വർണത്തിന് തിളക്കം കുറയുന്നു എന്ന് പറയുന്ന ന്യായം പറഞ്ഞാണ് ഓരോ തവണയും അടിച്ചോണ്ട് പോയത്. എന്നിട്ട് ഇത് ഇപ്പോൾ സർക്കാരല്ല, കോടതി പറഞ്ഞിട്ടാണ് ഒരു അന്വേഷണ സംഘത്തെ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചു. അവര് അന്വേഷണമൊക്കെ നടത്തി 3-4-6 പേരെ 10-12 പേരെ പിടിച്ചു. 2 ദേവസ്വം പ്രസിഡന്റുമാരും പിന്നെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരും ഒരു ദേവസ്വം അംഗവും ഒക്കെ ചേർന്നുള്ള കക്ഷികളെ പിടിച്ചു. പക്ഷേ അന്വേഷണം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള പോലീസ് ആയതുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വന്ന തിരിച്ചടി മൂലം പിന്നീട് അന്വേഷണം ഏതാണ്ട് ചവിട്ടി പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഒരു തരത്തിലും അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല. നമ്മൾ ഈ പുറമേ കേൾക്കുന്ന കഥകളല്ലാതെ ഒന്നും തന്നെ എന്തുമാത്രം സ്വർണം പോയി എന്നുള്ളത് ഈ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി എത്ര സ്വർണം അവിടെ ബാക്കിയുണ്ടെന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പം തൊണ്ടി മുതലില്ലാതെ എങ്ങനെയാണ് ഒരു മോഷണ കേസ് നിലനിൽക്കുന്നു എന്നുള്ള സാമാന്യമായ യുക്തിക്ക് നിരക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരും ആദ്യം മുതലേ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിനൊന്നും വ്യക്തമായ മറുപടി ഇതുവരെ പോലും ഇനി കോടതിയെ എന്താ അറിയിച്ചിരിക്കുന്നത് അറിയത്തില്ല. പക്ഷെ പുറത്തു വന്ന രേഖകളിലോ പുറത്തു വന്ന വാർത്തകളിലൊന്നും തന്നെ ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ എത്ര കിലോ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിന് ഒരു വ്യക്തതയും വന്നിട്ടില്ല. പിന്നെ അവിടെ ഈ നിലവിലിരിക്കുന്ന ഈ സ്വർണം പൂശി എന്നൊക്കെ പറയുന്നിടത്ത് ഒറിജിനൽ സ്വർണമാണോ അതോ ഇത് പൂശിയതിനകത്ത് എന്തുമാത്രം പിന്നെ മറ്റ് ലോഹങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അങ്ങനെയുള്ള അതിനെക്കുറിച്ചൊന്നും വ്യവസ്ഥാപിതമായ ഒരു മറുപടി പോലും ഇതുവരെ ഈ അന്വേഷണ സംഘം പറഞ്ഞിട്ടില്ല. പിന്നെ UB ഗ്രൂപ്പ് നൽകിയ 30.3 കിലോ സ്വർണത്തിനകത്തുനിന്ന് ഇനി എന്തുമാത്രമാണ് അടിച്ചോണ്ട് പോയത് അതിനും കണക്ക് പറയുന്നില്ല. അപ്പൊ അങ്ങനെ ആകെ മൊത്തം ടോട്ടൽ ഒരു വ്യക്തതയും ഇല്ലാത്ത അവസ്ഥയിൽ ഇരുട്ടത്ത് കിടന്ന് തപ്പി നടക്കുകയാണ് ഈ അന്വേഷണ സംഘം. ഇപ്പൊ 8ാമത്തെ മാസത്തിൽ ഇത് സെപ്റ്റംബറിലാണ് ഇത് ഈ സംബന്ധിച്ച് അയ്യപ്പ സംഗമത്തിന്റെ ദിവസങ്ങളിലാണ് ഈ കഥയും പുറത്തു വന്നുകൊണ്ടിരുന്നത്. അയ്യപ്പ സംഗമം നടന്ന് 2025 സെപ്റ്റംബർ 20 ആയിരുന്നു നടന്നത്. അതിനുശേഷം ഇപ്പൊ ഇത്രയും മാസമായിട്ട് ഏതാണ്ട് 8 മാസം പൂർത്തിയാകും. ഇതുവരെ പോലും ഇത് സംബന്ധിച്ചൊരു വ്യക്തത വന്നിട്ടില്ല. അപ്പൊ പിന്നെ പല ലാബുകളിൽ പരിശോധനയ്ക്ക് കൊടുത്തതിന്റെ ഒന്നും റിസൾട്ട് കിട്ടിയതായിട്ട് ഒന്നും വരുന്നില്ല. അപ്പൊ ഇപ്പൊ ഏറ്റവും ഒടുവിലാണ് ഈ ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയ സ്മാർട്ട് ക്രിയേഷന്റെ ഉടമ പങ്കജ് ഭണ്ഡാരി എന്ന് പറയുന്ന അയാളെ വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ പറയുന്നത് ഇവിടുന്ന് അടിച്ചു മാറ്റിയ സ്വർണം ഞങ്ങള് മറ്റു പല ക്ഷേത്രങ്ങളിൽ ഇതേപോലെ പൂശാനും പിടിക്കാനും ഒക്കെ ഉപയോഗിച്ചു എന്ന് പറയുന്നു. തമിഴ്നാട്, കർണാടക എന്നൊക്കെ അവിടെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അവിടെ ആകെ ഉള്ളത് അതിനകത്തുനിന്ന് അവിടുന്ന് എന്തെങ്കിലും തൊണ്ടി കണ്ടെത്താൻ ശബരിമലയിലെ സ്വർണമാണ് അവിടെ ഉപയോഗിച്ചു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുന്ന സ്ഥിതിയിലൊന്നും എത്തിയിട്ടില്ല. അവിടെ പോയിട്ട് അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളുടെയും പൂജാരിയുടെയൊക്കെ മൊഴി എടുത്തു എന്നാണ് പറയുന്നത്. ആ മൊഴി വെച്ചുകൊണ്ട് ഈ കേസ് നിൽക്കുമോ ഇല്ലയോ എന്ന് ഇനി കാരണം ഇവന്മാർ ഇത്രയും മോഷണം നടത്താൻ പിന്നെ വിദഗ്ധന്മാരാണെങ്കിൽ അതിനെക്കാട്ടിൽ കൂടിയ വക്കീലന്മാരെ കൊണ്ടുവന്ന് ഈ കേസ് ബാധിച്ച് അവർ ഊരി പോകാനാണ് സാധ്യത. ഭഗവാന്റെ സ്വർണം നഷ്ടപ്പെട്ടത് അതൊരു സത്യമായി മാത്രം നിലനിൽക്കുന്നു. അതിനപ്പുറത്തേക്ക് ഒന്നും പോകാനോ അതൊന്നും കണ്ടെത്താനോ കഴിയാത്ത സ്ഥിതിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ തൊണ്ടി മുതൽ കണ്ടെത്താത്ത ഒരു സാഹചര്യത്തിൽ ഈ കേസ് എങ്ങനെ നിൽക്കും? ഇതുവരെ പോലും ചാർജ് ഷീറ്റ് കൊടുത്തില്ല. ചാർജ് ഷീറ്റ് കൊടുക്കാത്തതുകൊണ്ടാണ് ഈ കള്ളന്മാരെല്ലാം പുറത്തിറങ്ങിയത്, ഇല്ലേ? 12 പേരും പുറത്തിറങ്ങി, സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങി കഴിഞ്ഞു. അപ്പൊ ഇവരെ ഇനി ഏത് തരത്തിലുള്ള അന്വേഷണം നടത്തിയാലാണ് ഈ സ്വർണം കണ്ടെത്താൻ കഴിയുക? ഇനി വരുന്ന ഒരു സർക്കാർ, ഇനിയിപ്പം പ്രതിപക്ഷത്തിന്റെ ഒരു സർക്കാർ, അതായത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് വരുന്നുണ്ടെങ്കിൽ അവര് ഇതിനൊരു പുതിയ അന്വേഷണ സംഘത്തെ നിയമിക്കുമോ അതോ CBI പോലുള്ള ഏജൻസിക്ക് വിട്ടുകൊടുക്കുമോ? അവരെ അന്വേഷിച്ചാൽ ഇനി എന്തിൽ കണ്ടെത്തും എന്നുള്ള കാര്യത്തിനകത്ത്
ഒരുപാട് സംശയം. കാരണം ഇത് സംബന്ധിച്ച തെളിവുകളൊക്കെ ഇനി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം. ഇത് ഒരുപാട് രേഖകൾ നഷ്ടമായി എന്നാണ് അന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു. അല്ല, ഈ സ്വർണം വേർതിരിച്ചെടുത്തിട്ടുണ്ടോ എന്നറിയില്ല, സ്വർണം വേർതിരിച്ച് എവിടെയെന്ന് അറിയില്ല, എങ്ങനെ വേർതിരിച്ചു എന്നറിയില്ല. ഇതൊന്നും അറിയാതെയാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ എങ്ങനെയാണ് ഇതിനൊരു തെളിവ് ഉണ്ടാക്കുക? അല്ല, ഇതിനകത്ത് ഈ അന്വേഷണ സംഘം നേരിടുന്ന അടിസ്ഥാന പ്രശ്നം ഇതിനകത്ത് ശാസ്ത്രീയമായ ചില ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നതെന്ന് പറയുന്നത്. കാരണം ഈ വാതിൽപ്പാളികളിലെ സ്വർണത്തിന്റെ അറ്റം മുറിച്ചുകൊണ്ട് പോയിട്ടാണ് അതാണ് പല ലാബുകളിലും കൊടുത്ത് ടെസ്റ്റ് നടത്തുന്നത്. ഇത് ഒറിജിനലാണോ, ഇത് മായം ചേർന്നാണോ എന്നൊക്കെയുള്ള കണ്ടുപിടിക്കുക. അത് സംബന്ധിച്ച റിസൾട്ട് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം, ആ ലാബുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ. കാരണം ഇത്തരം മുൻ അനുഭവങ്ങൾ അവരുടെ മുമ്പിൽ ഇല്ലായിരിക്കാം. അതായിരിക്കാം ഒരുപക്ഷെ ഈ റിസൾട്ട് വരാൻ ഈ താമസിക്കുന്നത്. ബോംബെയിൽ കൊടുത്തു, പിന്നെ ജാംഷഡ്പൂരിൽ കൊടുത്തു, മറ്റു പലയിടത്തും കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ അവിടുത്തെ ഒന്നും റിസൾട്ട്, ഒരു കാര്യമാത്ര പ്രസക്തമായ റിസൾട്ട് കിട്ടിയിട്ടില്ല. കാരണം ഈ കുറ്റവാളികളെ പ്രതിസ്ഥാനത്തേക്ക് നിർത്തുന്നതോ അവർ കുറ്റം ചെയ്തതായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന തെളിവുകളൊന്നും കിട്ടിയതായിട്ട് പുറത്തു വരുന്നില്ല. ഉണ്ടെങ്കിൽ അത് ഒരുപക്ഷെ പുറത്ത് വന്നതിനെ വരുന്നത്, അതൊന്നും പുറത്തു വരുന്നില്ല. ഇപ്പൊ തന്നെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കുറെ കഥകൾ ഉണ്ടാക്കിയിട്ട് അത് പറയുന്നു. ഇപ്പൊ ഇവിടുത്തെ സ്വർണം കൊണ്ടുപോയിട്ടാണ് മറ്റ് അമ്പലങ്ങളിൽ പൂശി എന്ന് പറയുന്നു. അതിനൊക്കെ എന്ത് തെളിവില്ലാതെ ഇതൊക്കെ നിൽക്കുമോ? അപ്പൊ പിന്നെ ഈ അന്വേഷണ സംഘം എന്താണ് ഇത്ര നാൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത്? എന്തായിരുന്നു ഇവരുടെ അന്വേഷണം സംബന്ധിച്ച പാളിച്ചകൾ? ഇതൊക്കെ ഇനി ചാർജ് ഷീറ്റ് വരുമ്പോഴാണ് പുറത്തറിയാൻ പോകുന്നത്. അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ മികവ് എന്താണെന്നുള്ളത് തന്ത്രിയുടെ ജാമ്യവിധിയിൽ തന്നെ കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അത് സുപ്രീം കോടതി ഇടപെട്ടത് നീക്കം ചെയ്തെങ്കിലും, പക്ഷെ അതിനെ ഈ അന്വേഷണ ഒരു പൂർണ്ണതയിലേക്ക് എത്തിയെന്ന് അന്വേഷണ സംഘത്തിനും ഉറപ്പ് പറയാൻ കഴിയുന്നില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ തടസ്സമായിട്ട് നിൽക്കുന്നത്. ഇതൊരു മോഷണമാണല്ലോ. അങ്ങനെയാണ്, മോഷണത്തിന്റെ കേസാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. പിന്നെ പല വകുപ്പുകൾ ഇട്ടിട്ടുണ്ടെന്നുള്ളൂ. അടിസ്ഥാന കേസ് എന്ന് പറയുന്നത് മോഷണമാണ്. ആ മോഷണം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണമെങ്കിൽ അതിന്റെ തൊണ്ടി മുതലുണ്ടാവണം. തൊണ്ടി മുതലൊന്നും കണ്ടെത്താൻ വഴി ഈ പ്രതികളുടെ ആരുടെ മക്കളിൽ നിന്നും തൊണ്ടി മുതൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ബാക്കിയെല്ലാം കഥകൾ ചേർക്കുന്നത് ഗൂഢാലോചന, മറ്റേത് മറിച്ചത് എന്നൊക്കെ ഉള്ളതുള്ളൂ. സാഹചര്യ തെളിവുകൾ മാത്രമേ ഉള്ളൂ. സാഹചര്യ തെളിവുകളുണ്ട് ഇത് മാത്രം കേസ് നിൽക്കും. അല്ലെങ്കിൽ ശാസ്ത്രീയമായി ഇത് തെളിയിക്കാൻ കഴിയണം. ശാസ്ത്രീയമായി തെളിയിച്ച ശാസ്ത്രീയ റിപ്പോർട്ടുകളൊന്നും ഇതുവരെയും വന്നിട്ടില്ല. അപ്പൊ ശബരിമല അയ്യപ്പന്റെ സ്വർണം പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ എവിടെ, ആര് കൊണ്ടുപോയി എന്നുള്ളതിനൊന്നും വ്യക്തത. ഇപ്പൊ ഈ പുതിയ കഥ എന്ന് പറയുന്നത് അത് വിശ്വസിക്കാൻ പറ്റുമല്ലോ എന്ന് അറിയത്തില്ല. വേറെ ഏതെങ്കിലും അമ്പലത്തിൽ പൂശി അവർ പൈസ കൊടുത്തിട്ടുണ്ടാവോ? അവർ പക്ഷേ ഏത് സ്വർണ്ണം, എവിടുത്തെ സ്വർണ്ണമാണെന്ന് അവർക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. സ്വർണം പൂശിയോ ഇല്ലയോ എന്നുള്ളതായിരിക്കും അവരന്വേഷിക്കുന്നതിനകത്ത്. അപ്പൊ അതെങ്ങനെയാണ് അത് ശബരിമല സ്വർണ്ണമാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയണം. എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഈ ആദ്യം മുറിച്ചുകൊണ്ട് പോയ സ്വർണത്തിന്റെ ഭാഗമാണോ ഇവിടെ എന്നുള്ളത്. അപ്പൊ ഇനി അവിടെ പോയി സ്വർണം മുറിക്കാൻ അവർ അനുവദിക്കുകയില്ലോ എന്നുള്ളതൊക്കെ കണ്ടറിയണ്ടേ. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ ഇത് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ അന്വേഷണം പോയി നിൽക്കുന്നത്. അപ്പൊ സർക്കാർ ഇതിനകത്ത് ചെറിയ കളികളൊക്കെ, ഈ നിലവിലുണ്ടായിരുന്ന പിണറായി സർക്കാരിന്റെ എന്തൊക്കെയോ ചില ഇടപെടലുകൾ ഉണ്ടായതാണ് അന്വേഷണം പൂർണ്ണമായ തോതിൽ പോകാതിരുന്നു എന്നുള്ളത് തുടക്കം മുതൽ തന്നെ പറയുന്നുണ്ടായിരുന്നു. അല്ല, ഈ കൊള്ള സംഘത്തിന്റെ നടത്തിയ ഒരു ആസൂത്രണം വളരെ വ്യക്തമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവരെന്ത് കൃത്യമായാണ് അവർ ആ സ്വർണം അടിച്ചു മാറ്റുന്നു, അതിന് ഒരു തെളിവ് അവശേഷിപ്പിക്കാതെ മുഴുവൻ തട്ടിയെടുക്കുന്നു. ഈ ഒരു ആസൂത്രണം ഇത് ഏതൊക്കെ മേഖലകൾ നടന്നു എന്നുള്ളത് കണ്ടെത്തേണ്ടത്. അല്ല, അതൊന്നും കണ്ടെത്തിയിട്ടില്ലല്ലോ. അതൊന്നും ആ തരത്തിലുള്ള അന്വേഷണങ്ങൾ അങ്ങനൊന്നും പോയി കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഇതുമായി ബന്ധപ്പെട്ട പലരെയും ഇനി ചോദ്യം ചെയ്യാതിരിപ്പുണ്ട്, ഇല്ലേ? ചോദ്യം ചെയ്ത് പലരെയും വെറുതെ വിടുകയൊക്കെ ചെയ്തു. അപ്പം ഇതേതൊക്കെ തരത്തിലാണ് ഗൂഢാലോചന നടന്നത്, ഏതൊക്കെ തരത്തിലാണ് ഈ സ്വർണം അടിച്ചു മാറ്റി? കാരണം 2019 2021 ഒക്കെ തന്നെ ഈ പാളികളുടെ പിന്നെ ഇത് മാറ്റാൻ ശ്രമിച്ചു. ഇപ്പൊ ഏറ്റവും കൂടുതൽ PS പ്രശാന്തിന്റെ കാലത്ത് നടന്നു എന്നുള്ളതാണല്ലോ. അന്നേരമാണല്ലോ ഈ കഥകളൊക്കെ പുറത്തു വരുന്നത്. അപ്പം ഇതൊരു ആചാരം പോലെ, ശബരിമലയിലെ ഒരു ആചാരം പോലെ തന്നെ ഈ സ്വർണം അടിച്ചു മാറ്റൽ നടന്നു എന്നുള്ളതാണല്ലോ. അവിടുത്തെ ഒരു ദേവസ്വം പ്രസിഡന്റ് ആണല്ലോ സ്വർണത്തിന് പകരം ചെമ്പന്ത് എഴുതി വെച്ചിട്ട് പോയത്. അപ്പൊ ഇങ്ങനെ തട്ടിപ്പുകൾ വളരെ ആസൂത്രിതമായി കാലാകാലങ്ങളിൽ നടന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ ഈ സ്വർണം അടിച്ചുകൊണ്ട് പോയത് എങ്ങോട്ടാണ് പോയത്? സ്വർണം എവിടെ? ഈ 1 കിലോ സ്വർണത്തിന്റെ വിലയല്ല ഇതിന്റെ പ്രശ്നം. ഈ സ്വർണത്തിന്റെ വില എന്ന് പറയുന്നത് അമൂല്യമായ ഒരു പിന്നെ സാധനമാണ് ഈ കൊണ്ടുപോയി. കാരണം ശബരിമല ശാസ്താവിന്റെ ക്ഷേത്രത്തിലെ വാതിൽപ്പാളികളിലെ സ്വർണം അല്ലെ എന്നൊക്കെ പറഞ്ഞാണല്ലോ ഇവന്മാർ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ടീമുകൾ ഇത് കൊണ്ടുനടന്ന് ജയറാം അടക്കമുള്ള വീടുകളിൽ കൊണ്ട് പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അങ്ങനെ അതിന്റെ ആ അമൂല്യമായ വാല്യൂ വെച്ചിട്ടാണ് ഈ കച്ചവടങ്ങളൊക്കെ നടന്നത്. അപ്പം ഇതൊരു പക്ഷേ ഈ പാളി ആശിച്ച് തന്നെ വിദേശത്തോട്ടോ വല്ലതും കടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം അതിന്റെ ഒരു സംഘം തമിഴ്നാട് കേന്ദ്രമാക്കി കേരളമൊക്കെ ഉണ്ടെന്നുള്ളത് അത് സംബന്ധിച്ച കഥകളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്ന കോടതി ആ സംശയം ചോദിക്കുകയും ചെയ്തതാണ്. അപ്പം അതൊക്കെ തന്നെ നിൽക്കുകയാണ്. പക്ഷെ കേരളത്തിൽ ഈ കേസ് അന്വേഷിച്ച ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് കാര്യമായ ഒരു
നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഈ സത്യം. കാരണം തൊണ്ടി ഒന്നും കണ്ടെത്തിയിട്ടില്ല. ബാക്കിയൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കാവുന്നുള്ളതല്ലാതെ ഒന്നും നടന്നിട്ടുമില്ല.